പെസഹ കാലത്ത് പള്ളികളിലെ രൂപങ്ങളും കുരിശുകളും വയലറ്റ് തുണി കൊണ്ട് മറയ്ക്കുന്ന പതിവ് നൂറ്റാണ്ടുകളായുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യമാണ്. ഇതിന് പിന്നിലെ ആത്മീയവും മനഃശാസ്ത്രവുമായ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ആചാരം പ്രധാനമായും ഓശാന ഞായറാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. ഇതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളാണുള്ളത്. 1. ആത്മീയമായ ദൃശ്യ ഉപവാസം, വിഷ്വൽ ഫാസ്റ്റിംഗ്. നോമ്പ് കാലത്ത് നമ്മൾ ഭക്ഷണവും ആഘോഷങ്ങളും ഉപേക്ഷിക്കുന്ന പോലെ നമ്മുടെ കണ്ണുകൾക്കും ഒരു ഉപവാസം സഭ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധരുടെയോ യേശുവിൻ്റെയോ മനോഹരമായ രൂപങ്ങൾ കാണുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ പീഠാനുഭവ ആഴ്ചയിൽ ആ സന്തോഷം പോലും മാറ്റിവെച്ച് യേശുവിൻ്റെ പീഠാനുഭവങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യം രൂപങ്ങളിലല്ല, മറിച്ച് പ്രാർത്ഥനയിലും ദൈവവചനത്തിലും മാത്രം നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കുക. രണ്ടാമതായി, യേശു സ്വയം മറഞ്ഞതിൻ്റെ ഓർമ്മയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അവർ അവൻ്റെ നേരെ എറിയാൻ കല്ലുകളെടുത്തു. യേശു ദേവാലയത്തിൽ നിന്നും അവരിൽ നിന്നും മറഞ്ഞുപോയി. അർത്ഥം, യേശു തൻ്റെ ദൈവത്വം മറച്ചു വെച്ച് വിനീതനായി മരണത്തിന് കീഴടങ്ങാൻ പോകുന്നതിൻ്റെ പ്രതീകമാണ്. ഈ പ്രതീകമായാണ് രൂപങ്ങൾ മറയ്ക്കുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം താൽക്കാലികമായി മറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനഃശാസ്ത്രപരമായ വശം. അഭാവം സ്നേഹം കൂട്ടുന്നു. മനഃശാസ്ത്രപരമായി നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മുടെ കൺമുൻപിൽ നിന്ന് മാറുമ്പോൾ അതിനോടുള്ള ആഗ്രഹം വർദ്ധിക്കും. രൂപങ്ങൾ മറച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സങ്കടം ഉണ്ടാകും. എന്നാൽ ഈസ്റ്റർ രാത്രിയിൽ ഈ തുണികൾ മാറ്റി രൂപങ്ങൾ ദർശിക്കുമ്പോൾ ഉയർപ്പിൻ്റെ സന്തോഷം ഇരട്ടിയായി നമുക്ക് അനുഭവപ്പെടും. കാണാത്ത ഒന്നിലേക്ക് നമ്മുടെ മനസ്സ് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. പഴയ കാലത്ത് വലിയ തുകൽ മറകളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ 2026 പല പള്ളികളിലും വളരെ ലളിതമായ കോട്ടൺ തുണികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആഘോഷത്തേക്കാൾ ഉപരിയായി ഏകാന്തതയ്ക്കും ധ്യാനത്തിനും പ്രാധാന്യം നൽകണം എന്ന സന്ദേശം ഈ പെസഹ കാലം നമുക്ക് നൽകുന്നുണ്ട്. സ്ക്രീനുകൾക്ക് മുമ്പിലിരിക്കുന്ന ആധുനിക മനുഷ്യന് തൻ്റെ പ്രിയപ്പെട്ട രൂപങ്ങൾ പോലും കാണാൻ കഴിയാത്ത ഈ അവസ്ഥ ആത്മീയമായ ഒരു തിരിച്ചുപോക്കിന് കാരണമാകും എന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട്. രൂപങ്ങൾ മറയ്ക്കുന്നതിൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചാൽ, ഈ ആചാരം പെട്ടെന്നുണ്ടായതല്ല, മറിച്ച് ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയിൽ നിലനിന്നു പോരുന്ന ഒന്നാണ്. മധ്യകാലത്തിലെ പാരമ്പര്യമനുസരിച്ച് 9-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് ഈ ആചാരം ആദ്യമായി തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. അക്കാലത്ത് വലിയൊരു തുണി ഉപയോഗിച്ച് ബലിപീഠം മുഴുവനായും മറയ്ക്കുമായിരുന്നു. ഇതിനെ ഹങ്കർ ടുക്ക് അഥവാ പട്ടിണി തുണി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം നോമ്പ് കാലത്ത് വിശ്വാസികൾ ശാരീരികമായി പട്ടിണി കിടക്കുന്നത് പോലെ ബലിപീഠത്തിലെ കാഴ്ചകൾ കാണാതെ കണ്ണുകൾക്കും ഒരു പട്ടിണി നൽകുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാമതായി, പാപികളുടെ അനുതാപമാണ്, പെനിറ്റൻഷ്യൽ റൈറ്റ്. ആദ്യകാലങ്ങളിൽ വലിയ പാപങ്ങൾ ചെയ്തവർ നോമ്പ് കാലത്ത് പള്ളിക്കുള്ളിൽ പ്രവേശിക്കാതെ പുറത്തുനിന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാവരും പാപികളാണെന്ന ബോധ്യത്തിൽ പള്ളിക്കുള്ളിലെ വിശുദ്ധമായ രൂപങ്ങൾ കാണാൻ യോഗ്യരല്ല എന്ന ചിന്തയിൽ രൂപങ്ങൾ മറയ്ക്കുന്ന രീതിയിലേക്ക് ഇത് മാറി. പഴയ കാലത്ത് കറുത്ത തുണികളായിരുന്നു നൈലോൺ യുഗത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇത് വിലാപത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ പിന്നീട് ലിറ്റർജിയിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് പീഠാനുഭവത്തെയും രാജകീയതയെയും സൂചിപ്പിക്കുന്ന വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള തുണികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ആചാരത്തിന് ഏകദേശം 1000-ലധികം വർഷത്തെ ചരിത്രമുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ആണ് ഇത് തുടങ്ങിയത്. അന്ന് വലിയ തുണികൾ കൊണ്ട് പള്ളിയുടെ മുൻഭാഗം മുഴുവൻ മറയ്ക്കുമായിരുന്നു. നമ്മൾ ദൈവത്തെ കാണാൻ യോഗ്യരല്ല എന്ന വിനയത്തിൻ്റെ അടയാളമായിരുന്നു ഇത്. ഇന്ന് നമ്മൾ രൂപങ്ങൾ മാത്രം മറയ്ക്കുമ്പോൾ ആ പഴയ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരം മാറ്റിവെച്ച്
വിനീതരാകണമെന്നാണ്. ഈ പാരമ്പര്യം ഡിജിറ്റൽ ലോകത്തും ഇന്ന് ചർച്ചയാകുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും വെയിലിംഗ് ദ സ്റ്റാച്യൂസ് എന്ന ഹാഷ്ടാഗിൽ ഈ വർഷം വലിയ ക്യാമ്പയിനുകൾ നടന്നു. പുരാതനമായ ഈ ചരിത്രം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഡിജിറ്റൽ ആർട്ട് വഴിയും ഗ്രാഫിക്സ് വഴിയും ശ്രമങ്ങൾ ഉണ്ടായി. ചില പള്ളികളിൽ ഈ മറക്കലിനെ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന ആശയവുമായി ബന്ധിപ്പിച്ചു. അനാവശ്യമായ കാഴ്ചകളിൽ നിന്ന് മാറി നിന്ന് ഏകാന്തതയിലേക്ക് തിരിയുക എന്നതായിരുന്നു ഇതിൻ്റെ ആധുനിക വ്യാഖ്യാനം. നാം ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്? ചരിത്രം പഠിക്കണം. നമ്മുടെ നല്ല പാരമ്പര്യങ്ങളുടെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി, കാഴ്ചകളെ നിയന്ത്രിക്കണം. ഇന്ന് അനാവശ്യമായ വീഡിയോകളോ ചിത്രങ്ങളോ കാണുന്നത് ഒഴിവാക്കി മനസ്സിന് അല്പം വിശ്രമം നൽകുക. ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ മറ എന്താണ്? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വിനയമാണ്. മറയ്ക്കപ്പെട്ട രൂപങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ തന്നെ വെളിച്ചത്തെയാണ്. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പ്രകാശിക്കട്ടെ. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.